ഹലോ എവരിവൺ, എല്ലാവരും ഹാപ്പി അല്ലേ? നമ്മളിപ്പോൾ പോകുന്നത് പിറവത്തേക്കാണ്. പിറവെന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിലുള്ള ഒരു പട്ടണമാണ്. ജില്ലയുടെ തെക്കേ അറ്റത്തായി കോട്ടയം ജില്ലയുടെ അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് പിറവം. എൻ്റെ വീട്ടിൽ നിന്ന് 13 കിലോമീറ്ററാണ് പിറവത്തേക്കുള്ളത്. പഴയ വടക്കുംകൂർ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു പിറവം. പിന്നീട് അത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായി. പഴയ കൊച്ചിയുടെയും തിരുവിതാംകൂറിൻ്റെയും അതിർത്തി കൂടിയായിരുന്നു പിറവം. തിരുവിതാംകൂറിലെ എണ്ണപ്പെട്ട സാംസ്കാരിക കേന്ദ്രമാണ് പിറവം. അന്നത്തെ ആയോധനാഭ്യാസ കേന്ദ്രങ്ങളായിരുന്ന കളരികളുടെ ബാക്കി പത്രം ഭൂതകാലത്തിൻ്റെ ഓർമ്മ എന്ന പോലെ ഇന്നും ഇവിടെ കാണാം. പിറവത്തെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളെന്ന് പറയുമ്പോൾ പാഴൂർ പെരുന്തൃക്കോവിലുണ്ട്. ശിവരാത്രി അവിടെ ഫേമസ് ആണ്. പിന്നെ പിറവം സെൻറ്റ് മേരീസ് വലിയ പള്ളി, അതുപോലെ തന്നെ പിറവം കൊച്ചുപള്ളി. പിറവത്തേക്ക് എനിക്ക് 2 വഴി പോകാം. ഒന്ന് നെച്ചൂർ വഴി, നെച്ചൂർ ബ്രിഡ്ജൊക്കെ വഴി കയറി പിറവത്തേക്ക് എത്താം. അതല്ലെങ്കിൽ മണിയുടെ ചെന്നിട്ട് നമുക്ക് പാഴൂർ വഴിയും പോകാം. നമ്മളിപ്പോൾ പോകുന്നത് നെച്ചൂർ വഴിയാണ്. നെച്ചൂർ ബ്രിഡ്ജൊക്കെ ഇതാകുമ്പോൾ വലിയ തിരക്കില്ലാത്ത വഴിയാണ്. റോഡും നല്ലതാണ്. ഈ റോഡ് ഒത്തിരി വളവും തിരിവൊക്കെ ഉള്ളതാണ്. ഒരു രസമാണ് വണ്ടി ബൈക്കൊക്കെ ഓടിക്കാൻ. കോർണർ ചെയ്യാനൊക്കെ നല്ല രസമുള്ള റോഡാണ്. എന്നാലും സൂക്ഷിച്ച് വേണം ഓടിക്കാൻ. റോഡിന് അത്ര വീതിയൊന്നുമില്ല. ചിലപ്പോൾ എതിരെ വരുന്ന വണ്ടി ഏത് വഴിയാണ് വരണമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഒരു മലമ്പ്രദേശം പോലെയാണ്. എൻ്റെ വീടിൻ്റെ ഒരു കിഴക്ക് ഭാഗം എന്നൊക്കെ പറയുമ്പോൾ കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ളൊരു ഹൈ റേഞ്ച് ഏരിയ പോലെയായി. ഉണ്ടായിട്ട് കണ്ട ഒരു വലിയൊരു കയറ്റമൊക്കെ കയറി പോവുകയാണ്. കണ്ടാൽ തന്നെ അറിയാം ഒരു മലമ്പ്രദേശത്തിൻ്റെ ഒരു ഫീല്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് സെയിൻറ്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി നെച്ചൂരാണ്. ആദ്യം ഒരു മല കയറുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ആ മല ഇറങ്ങുകയാണ്. ഫുൾ ഇറക്കമാണ്. അതും നല്ല വളവും തിരിവുമുള്ള റോഡുകളാണ്. മുന്നിലൊരു ഇന്നോവ ഞാൻ കുറച്ച് മുമ്പ് തന്നെ ശ്രദ്ധിച്ചതാണ്. അത് സദേൺ റെയിൽവേയുടെ ഒരു വണ്ടിയാണ്. ടാക്സി വണ്ടി സദേൺ റെയിൽവേക്ക് ഓടുന്നതായിരിക്കണം. ഈ റൂട്ടിൽ പോകുന്നത് എന്തിനാണാവോ? പിറവം ചെന്നാലാണ് പിന്നെ ഉള്ള റെയിൽവേ ട്രാക്ക് ഉള്ളതുള്ളൂ. നമ്മളിപ്പോൾ നെച്ചൂർ ബ്രിഡ്ജിലെത്തി. ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ മൂവാറ്റുപുഴയാറാണ് ഒഴുകുന്നത്. അപ്പോൾ നല്ല മഴക്കാലമായതുകൊണ്ട് കലങ്ങി മറിഞ്ഞാണ് ഒഴുകുന്നത്. ചിലർ വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോൾ മീൻ പിടിക്കാനൊക്കെ ഇവിടെ ഒന്ന് ചൂണ്ടയിട്ട് നിൽക്കുന്നത് കാണാറുണ്ട്. അധികം പഴക്കം ചെന്ന പാലം അല്ല അത്. ഒത്തിരി ആയില്ല ഈ പാലം വന്നിട്ട്. നമ്മളിപ്പോൾ കക്കാടെത്തി. കക്കാട്ടിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാണ് നമുക്ക് പിറവം പോകേണ്ടത്. സ്ട്രെയിറ്റ് കൂത്താട്ടുകുളം. ഇവിടെ നിന്നൊരു ഇറക്കമാണ്. ഈ ഇറക്കം ഇറങ്ങി നമ്മളങ്ങ് പോകുന്നു. നമ്മൾ പിറവം എത്തി കേട്ടോ. പിറവം എത്തുന്നതിന് തൊട്ട് മുമ്പ് ഈ റൂട്ടിൽ പോകുമ്പോൾ തൊട്ട് മുമ്പ് ജെ എം പി മെഡിക്കൽ സെൻ്റർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ, അതായിരുന്നു ലെഫ്റ്റ് സൈഡിൽ കണ്ടത്. ഇവിടുന്ന് പിന്നെ നേരെ നമ്മൾ പിറവം ജംഗ്ഷനിലേക്ക് കയറും. നമ്മുടെ മുൻപിൽ കാണുന്നതാണ് പിറവം ജംഗ്ഷൻ അല്ലെങ്കിൽ പിറവം ടൗൺ. നമ്മളീ പോകുന്ന റൂട്ടിലാണ് പിറവം കൊച്ചുപള്ളിയും അതുപോലെ തന്നെ പിറവം സിറിയൻ ഓർത്തഡോക്സ് സെയിൻറ്റ് മേരി സിറിയൻ ഓർത്തഡോക്സ് ചർച്ചും. ഇത് റൈറ്റിലേക്ക് കാണുന്നത് ഒരു സ്കൂളിലാണ്. സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് ഈ ഒരു കവാടം കണ്ടല്ലേ, ഇത് നമ്മുടെ പിറവം വലിയ പള്ളിയിലേക്കുള്ള വഴിയാണ്. ലെഫ്റ്റ് സൈഡിൽ നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ പിറവം കൊച്ചുപള്ളിയാണ്. പിറവം മെയിൻ ടൗണിലെത്തിയിരിക്കുന്നു നമ്മൾ. ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിയാൻ പാടില്ല. ഇവിടെ നോ എൻട്രി ആണ്, 1 വേ ആണ്. ഇവിടുന്ന് നമ്മൾ സ്ട്രെയിറ്റ് പോവുകയാണ്. 2 സൈഡിലും എല്ലാ ടൗണിലും കാണുന്ന പോലെ തന്നെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടൗണാണ് പിറവം ടൗൺ. ഈ റോഡ് വഴി നമുക്ക് പോകാം. അവിടെയും റൈറ്റ് സൈഡിലേക്കൊരു റോഡുണ്ട്, അതുവഴി കയറുന്നില്ല. നമുക്ക് നേരെ പോകാം. നേരെ പോയി കുറച്ച് ചെന്ന് ലെഫ്റ്റ് സൈഡിലാണ് പിറവം ബസ് സ്റ്റാൻഡ് വരുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബസ് സ്റ്റാൻഡ് കാണാം. അതിലേക്കുള്ള എൻട്രി ഇവിടെയാണ് എൻട്രി. കണ്ടോ ബസ് സ്റ്റാൻഡ്, ബസ്സുകൾ കിടക്കുന്ന കണ്ടില്ലേ? ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് പോകാം. ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് പോയി നമുക്ക് കോട്ടയം റൂട്ടിലേക്ക് കയറാവുന്നുള്ളൂ. സ്ട്രെയിറ്റ് ഒരു ജുവല്ലറി കാണാം, കണ്ടത്തിൽ ഫാഷൻ ജുവല്ലേഴ്സ്. ആ കണ്ടത്തിലല്ലോ, റോഡിൻ്റെ സൈഡിലാണല്ലോ. ഈ റോഡിൽ കൂടെ കുറച്ച് പോകാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇവിടുന്ന് കുറച്ച് ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു ടൗൺ തീരും.
നമ്മളിപ്പോൾ പോകുന്നത് മാർക്കറ്റ് റോഡിലൂടെ ആയിരിക്കും. പിറവം മാർക്കറ്റ് വരുന്നത് ഈ റോട്ടിലാണ്. മാർക്കറ്റും സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ മാർജിൻ ഫ്രീ മാർക്കറ്റ് ഒരെണ്ണം കാണാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ താഴേക്ക് പിറവം മാർക്കറ്റ് ആണോ, പിറവം പൊതു മാർക്കറ്റ് അവിടെയാണ്. റൈറ്റ് സൈഡിൽ കള്ള് ഷാപ്പ് ഉണ്ടല്ലോ, ലക്കി സെൻറ്റർ. അതിപ്പോൾ ഇല്ലാത്ത സ്ഥലമില്ലല്ലോ. ലോട്ടറി ആണല്ലോ നമ്മുടെ സർക്കാരിൻ്റെ പ്രധാന വരുമാനം, ലോട്ടറിയും മദ്യവും. അതില്ലെങ്കിൽ നമ്മുടെ സർക്കാരില്ല, കേരള സർക്കാർ. വേറെ എവിടെയുണ്ട് മദ്യവും ഗാംബ്ലിങ്ങും വെച്ച് വരുമാനം ഉണ്ടാക്കുന്ന സർക്കാർ? കവിത ബേക്കറി ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇവിടെ കുറച്ചുകൂടി വീതിയുള്ള റോഡാണ്. സാംസങ്ങിൻ്റെ ഒക്കെ ഷോറൂം അവിടെ കാണാം. ഇവിടെ സ്ട്രെയിറ്റ് നമുക്കൊരു പാലം കാണാം. ആ പാലം കയറി നമുക്ക് എറണാകുളം സൈഡിലേക്ക് പോകാൻ പറ്റും. എറണാകുളം സൈഡിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പിറവത്ത് നിന്ന് നമ്മുടെ മുളന്തുരുത്തിയൊക്കെ കയറി നമ്മൾ എറണാകുളം പോകും. നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് റൈറ്റ് അങ്ങ് തിരിയാം. റൈറ്റ് തിരിഞ്ഞ് നമുക്ക് പള്ളിയുടെ സൈഡിലേക്കൊന്ന് പോകാം. രണ്ട് പള്ളിയാണ് പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത്. ഒന്ന് പിറവം സെയിൻറ്റ് മേരീസ് വലിയ പള്ളി, പിന്നെ ഒന്ന് പിറവം കൊച്ചു പള്ളി അഥവാ നാനായ കാത്തോലിക്ക പള്ളി, കാത്തലിക് ചർച്ചാണ് ഒരെണ്ണം. ഈ വലിയ പള്ളി എന്ന് പറയുമ്പോൾ ഓർത്തഡോക്സിനെയാണ്, സിറിയൻ ഓർത്തഡോക്സ് സഭയുടെയാണ്. പിന്നെ അവിടെ എന്തൊക്കെയോ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2019 തോന്നുന്നു ജാക്കബൈസും ഓർത്തഡോക്സും തമ്മിൽ അവകാശവാദം ഉന്നയിച്ച് കോടതിയിലൊക്കെ പോയി കേസായി, ബഹളമായി. പിന്നെ കോടതി അത് സിറിയൻ ഓർത്തഡോക്സുകാർക്ക് അത് കൊടുക്കുകയൊക്കെ ചെയ്തു. ജാക്കബൈസ് വഴക്കുണ്ടാക്കാൻ കാരണം പ്രധാനമായിട്ടും അതിൽ പല നിർമ്മിതികളും ചെയ്തിരിക്കുന്നത് ജാക്കബൈസ് ആയിരുന്നു പുതിയത്. പക്ഷേ ഇത് പള്ളി സ്ഥാപിച്ചത് ഓർത്തഡോക്സ് ആണെന്നും അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും വലിയ ബഹളമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോടതിയും പോലീസും ഒക്കെ ഇടപെട്ടാണ് കുറച്ച് ശാന്തമാക്കിയത്. ഇപ്പോഴും കേസ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഓർത്തഡോക്സുകാരുടെ കൈവശമാണ് ഇപ്പോൾ ഈ ചർച്ച് ഇരിക്കുന്നത്, ഈ വലിയ പള്ളി ഇരിക്കുന്നത്. മറ്റൊരു പേരും കൂടിയുണ്ട്, രാജാതിരാജ ചർച്ച്, പിന്നെ പിറവം രാജാക്കളുടെ ചർച്ച്. ഇതൊക്കെ ഈ സെയിൻറ്റ് മേരീസ് വലിയ പള്ളിയിലെയാണ് വിളിക്കുന്നത്. ടൗണിൽ തന്നെ ജാക്കബൈറ്റ്സിൻ്റെ ഒരു ചാപ്പൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. വേറെ പള്ളി അവർക്കായിട്ട് ഉണ്ടാക്കിയെന്നോ എനിക്കറിയില്ല. എൻ്റെ അറിവിൽ ഇപ്പോൾ വലിയ പള്ളി മാത്രമേ ഉള്ളൂ. അതോ മറ്റേ പള്ളി നിർമ്മിക്കുവാൻ ജാക്കബൈറ്റ്സിന് സ്വന്തമായിട്ടൊരു പള്ളി നിർമ്മിക്കുവാനുള്ള പ്ലാൻ ഉണ്ടെന്നൊക്കെയാണ് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത്. ഇവിടെ നിന്ന് നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ പിറവം കൊച്ചുപള്ളിയാണ്. അത് കാത്തലിക്സിൻ്റെ പള്ളിയാണ്. ഈ ഇറങ്ങി നേരെ കാണുന്നത് അവിടെ നമുക്ക് കാണാം. നേരെ കാണുന്നതാണ് കാത്തലിക് പള്ളി. ഫൊറാനെ ചർച്ച്. അത് ഇവരുടെ ചർച്ചുകളുടെ പേരൊക്കെ ഇടുന്നതിൻ്റെ സംഭവം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ബോർഡ് വല്ലതും കണ്ടാൽ വായിക്കുക, അത്രേ ഉള്ളൂ. അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. സംഭവം ഞാൻ ക്രിസ്ത്യൻ സഭയിലെ സ്കൂളിലാണ് 12 കൊല്ലം പഠിച്ചത്, LKG തൊട്ട് 10 വരെ പഠിച്ചത്. പക്ഷേ ഒരു ഐഡിയ ഇല്ല അവരെ കുറിച്ച്. എന്തോ പ്രാർത്ഥന നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പിറവം ചെറിയ പള്ളി. ചെറിയ പള്ളി എന്നോ കൊച്ചുപള്ളി എന്നോ, രണ്ടും സെയിം ആണല്ലോ അർത്ഥം അല്ലേ? ഹോളി കിങ്സ് ഫൊറാനെ ചർച്ച്. നമ്മൾ ഈ ഫൊറാന ചർച്ച് വേറെ എവിടെയോ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടായിരുന്നല്ലോ. തൃപ്പൂണിത്തുറയിലത്തെ ചർച്ച പറഞ്ഞു ഫൊറാനെ ചർച്ച് എന്നല്ലേ പറയുന്നത്. തൊട്ടടുത്തൊരു ക്ഷേത്രം ഉണ്ടല്ലോ, പിഷാരുക്കോവിൽ.
ഈ കാണുന്നതാണ് പിറവം ബ്രിഡ്ജ്. ഇതിൻ്റെ താഴെ കൂടെ മൂവാറ്റുപുഴയാർ ഒഴുകുന്നുണ്ട്. നമ്മൾ ആദ്യം കണ്ടില്ലേ നെച്ചൂരിൽ ബ്രിഡ്ജിൻ്റെ താഴെ, അതേപോലെ തന്നെ കലങ്ങി മറിഞ്ഞാണ് വെള്ളം ഒഴുകുന്നത്. ലെഫ്റ്റ് സൈഡിൽ നഗരസഭയുടെ എന്തോ ഒരു കാര്യാലയമാണ്, ഷോപ്പിംഗ് മാൾ എന്നൊക്കെ പറഞ്ഞ് നിർമ്മിച്ചതാണ്, പക്ഷെ ഒന്നുമില്ല, ഒരു പ്രേത കൊട്ടാരം പോലെയാണ്. പിറവം ടൗൺ ഇങ്ങോട്ടും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെയും ഷോപ്പുകളുണ്ട്, പിന്നെ ഒരു ചാപ്പലുണ്ട് ഇവിടെ. നമ്മൾ വന്ന വഴിയല്ല പോകുന്നത്, ഇത് ഈ പോകുന്ന വഴിയിലാണ് പാഴൂർത്ത് പെരുന്തൃക്കോവിലൊക്കെ ഉള്ളത്. ഇവിടെ നമ്മുടെ വലതുവശത്ത് കാണുന്നതാണ് പാഴൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രം. പ്രശസ്തമായ ക്ഷേത്രമാണ്. ശിവരാത്രിയും കർക്കിടകവാവിനൊക്കെ വലിയ തിരക്കുള്ള ക്ഷേത്രമാണ്. പുഴയുടെ തീരത്താണ് ക്ഷേത്രം. ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് എന്തോ ഉണ്ട് ഇവിടെ. ഇനിയിപ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് മാമലക്കവല എന്ന് പറഞ്ഞ ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് കയറി പോയാലാണ് നമുക്ക് മുളന്തുരുത്തി എറണാകുളം ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നത്. റോഡിൻ്റെ നടുക്ക് തന്നെ വലിയൊരു മരമുണ്ട്, അതാണ് ഇവിടുത്തെ ഒരു ഐഡൻറ്റിറ്റി. ഇവിടെ നമ്മൾ റൈറ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്, ലെഫ്റ്റ് തിരിഞ്ഞ് ആരക്കുന്ന ഭാഗത്തേക്കൊക്കെ പോകാം. ഈ റോഡിൽ നമ്മൾ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കണ്ണത്താ ദൂരത്തോളം വയലുകളാണ്. ഇതിൽ കൃഷി നടക്കുന്നതുണ്ടോ എന്നറിയില്ല. പൊതുവെ ഇപ്പോൾ എവിടെയാണ് കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്നത്? ഇപ്പം പാടമായിട്ട് ഇട്ട് കിടക്കേണ്ട ആവശ്യമില്ല, വേറെ എന്തെങ്കിലും കൃഷി ചെയ്യാം. നെൽകൃഷി നഷ്ടമാണെങ്കിൽ വേറെ എന്തെങ്കിലും കൃഷി ചെയ്യാം. എന്തായാലും പാടം മനുഷ്യനിർമ്മിതമല്ലേ, അല്ലാണ്ട് പ്രകൃതി വന്നുണ്ടാക്കിയതല്ലല്ലോ പാടം. അപ്പം നമ്മുടെ വീട് ലക്ഷ്യമാക്കി നമ്മളിപ്പോൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.